പാകിസ്ഥാൻ പ്രൊഫഷണൽ ആർമി ഉള്ള ഒരു രാജ്യമാണ്. നമ്മുടെ കേപ്പബിലിറ്റിയുടെ അത്രയൊന്നും അവർ ഇല്ല, അത് സത്യമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഏകദേശ കണക്കുകളൊക്കെ പല മീഡിയയൊക്കെ ഉദ്ധരിച്ച് അതിനെ കോട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഏകദേശം 1,00,000 അടുപ്പിച്ചുള്ള ലോങ് ആൻഡ് ഷോർട്ട് റേഞ്ച് മിസൈൽസ് ഉണ്ട്. അവർക്കും വെപ്പണറി സിസ്റ്റം ഉണ്ട്. അവരെ സാറ്റലൈറ്റ് ആയിട്ടും മറ്റേ എയർ ഇൻ്റലിജൻസ് ആയിട്ടും സഹായിക്കാൻ വേണ്ടി ചൈനയുണ്ട്. ഇപ്പം അടുത്ത ദിവസം ടർക്കിയിൽ നിന്ന് അവരുണ്ടാക്കുന്ന ഡ്രോൺസ്, അത് ഏറ്റവും കൂടുതൽ ഉക്രൈനാണ് ഉപയോഗിച്ചത്. അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പം അത് ഏകദേശം 1000-ലധികം ഷിപ്മെൻറ്റ്, അതായത് ആ സാധനങ്ങൾ എയറിലാണെങ്കിലും മറ്റു രീതിയിൽ അത് പാകിസ്ഥാനിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യ കയറി അങ്ങ് അടിച്ചെങ്കിൽ വെച്ചാൽ അത് സത്യമാണ്, പക്ഷെ തിരിച്ചു അടി കിട്ടും. എനിക്കറിയത്തില്ല ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിൽ പോയിട്ട് അവിടെയുള്ള താമസിക്കുന്ന കർഷകരുമായിട്ട് അവിടെ താമസിക്കുന്ന ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ളവരാണ്. എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം. ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ ചില വില്ലേജുകളിലൊക്കെ 1-1.5 ലക്ഷം ആൾക്കാർ താമസിക്കുന്ന വില്ലേജുകളുണ്ട്. എത്രയൊക്കെ ഏകദേശം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത് 3250 കിലോമീറ്ററാണ്. അതിൻ്റെ ഇൻ്റർനാഷണൽ ബോർഡർ എന്ന് പറയുന്നത് ഏകദേശം 700 കിലോമീറ്ററാണ്. അതിൻ്റെ ആക്റ്റീവ് ബോർഡർ എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്.